നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാത്രികാലങ്ങളിലെ ശബ്ദത്തോടെയുള്ള വെടിക്കെട്ട് നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് എല്ലാ സർക്കാർ വകുപ്പുകൾക്കും അയക്കാൻ കോടതി നിർദ്ദേശം. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകില്ലെന്ന് ADM എച്ച് ദിനേശൻ. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് UDF സ്ഥാനാർത്ഥി അമൃത രാമകൃഷ്ണൻ. ഇത്തവണ UDF അട്ടിമറി വിജയം നേടുമെന്നും അമൃത രാമകൃഷ്ണൻ. ഇക്കുറി കല്യാശ്ശേരിയിൽ ചരിത്ര വിജയം നേടുമെന്ന് മണ്ഡലത്തിൽ 2 വട്ടം പര്യടനം പൂർത്തിയാക്കിയ TV രാജേഷ് MLA. മലബാറിലെ ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ജീവനക്കാരെയും അവഗണിച്ച ഭരണമാണ് കഴിഞ്ഞ 5 വർഷം നടന്നത് എന്ന് INTUC വർക്കിംഗ് പ്രസിഡന്റ് VV ശ്രീനിവാസൻ. UDF ഭരണത്തിൽ ഇടത് സർക്കാർ അനുവദിച്ച ക്ഷാമബത്ത തിരിച്ചുപിടിക്കാൻ ഉത്തരവിട്ട് ജീവനക്കാരെ മുഴുപട്ടിണിയിലാക്കുകയാണെന്നും VV ശ്രീനിവാസൻ. ശ്രീകണ്ഠാപുരത്തും പരിസര പ്രദേശങ്ങളിലും അനധികൃത മണൽക്കടത്ത് വ്യാപകം. ദിനംപ്രതി കടത്തുന്നത് ലോഡ് കണക്കിന് മണൽ. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. വാർത്തകൾ വിശദമായി. രാത്രികാലങ്ങളിലെ ശബ്ദത്തോടെയുള്ള വെടിക്കെട്ട് ഹൈക്കോടതി നിരോധിച്ചു. വെടിക്കെട്ട് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നിയന്ത്രണം വേണമെന്നും എല്ലാ സർക്കാർ വകുപ്പുകൾക്കും ഉത്തരവ് അയക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. വെടിക്കെട്ട് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നിയന്ത്രണം വേണമെന്നും കേരളമാകെ ഇത് നടപ്പാക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സ്ഫോടക വസ്തു ലൈസൻസ് നൽകുന്നതിൽ ബാഹ്യ ഇടപെടൽ അനുവദിക്കരുത്. സ്ഫോടക വസ്തുക്കൾ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് കോടതി നിരോധിക്കുകയും ചെയ്തു. പരവൂർ ദുരന്തം സംബന്ധിച്ച അന്വേഷണം CBIക്ക് നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം. ഉഗ്രശേഷിയുള്ള വെടിക്കോപ്പുകൾ നിരോധിക്കണമെന്ന ജസ്റ്റിസ് V ചിദംബരേഷിന്റെ കത്ത് ഹൈക്കോടതി പൊതുതാൽപര്യ ഹർജിയായി പരിഗണിച്ചപ്പോഴായിരുന്നു കോടതിയുടെ ഈ വിധി. ജസ്റ്റിസുമാരായ തോട്ടത്തിൽ P രാധാകൃഷ്ണനും അനു ശിവരാമനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ പ്രത്യേക സിറ്റിംഗിലാണ് ഹർജിയിൽ വാദം കേൾക്കുന്നത്. അതേസമയം ജില്ലയിൽ വെടിക്കെട്ടുകൾ നടത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് സീൽ ന്യൂസ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അനുമതി ADM നിഷേധിച്ചു. മുൻവർഷങ്ങളിൽ നടന്ന അപകടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അനുമതി നിഷേധിച്ചത് എന്ന് ADM എച്ച് ദിനേശൻ പറഞ്ഞു. നമ്മുടെ ഇപ്പോൾ 2 കേസുകളാണ് പെൻഡിംഗ് ഉള്ളത്. അനുമതിക്കായി നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഒന്ന് ചെറുകുന്ന് അമ്പലത്തിൻ്റെതാണ്. കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും ചെറിയ സംഭവങ്ങളായിട്ട് ഉണ്ടായതുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ തന്നെ പോലീസ് അത് തടസ്സപ്പെടുത്തിയിരിക്കും. നല്ല റിപ്പോർട്ടല്ല വന്നിരിക്കുന്നത്. അങ്ങനെ അവർ സമീപിക്കുകയും നമ്മളത് പോലീസ് റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചേക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഈ വർഷം നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്ന ലൈസൻസ് വെച്ചിട്ട് അവർക്ക് 500 കിലോ മാത്രമേ സൂക്ഷിക്കാനുള്ള പരിധിയുള്ളൂ. നമുക്ക് മാക്സിമം കൊടുക്കുന്ന അത്രയാണ്. അല്ലാണ്ട് അവർ മറ്റു വലിയ കേസുകളാണെങ്കിൽ അവർ നമ്മുടെ നിന്ന് NOC വാങ്ങുകയും നമ്മുടെ പോലീസിന്റെയും തഹസിൽദാരുടെ ഒക്കെ റിപ്പോർട്ട് കിട്ടിയ ശേഷം പരിശോധിച്ച് NOC നൽകുകയും ആ NOC വെച്ച് അവർ മദ്രാസിൽ നിന്ന് അവരുടെ എക്സ്പ്ലോസീവ് കൺട്രോളിൽ നിന്ന് ലൈസൻസ് എടുക്കുകയും കൂടുതൽ ക്വാണ്ടിറ്റി സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വെടിക്കെട്ടിനുള്ള അനുമതി നിഷേധിച്ചത്. ന്യൂസ് ഡെസ്ക് സീൽ ന്യൂസ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്കോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാകും. ക്ഷേത്രാചാര പ്രകാരമുള്ള വെടിക്കെട്ട് നടത്താൻ സേവാസമിതി ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചു. അന്നദാനം കൊണ്ട് പുകൾപെറ്റ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്കോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാകും. ബുധനാഴ്ച മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ഉത്സവം പുറത്തെഴുന്നള്ളിപ്പ് നടക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ ചെറുകുന്ന്, കണ്ണപുരം, ഇരണാവ്, പറശ്ശിനിമടപ്പുര എന്നീ ദേശക്കാരുടെ വക കാഴ്ചവരവും കരിമരുന്ന് പ്രയോഗവും നടക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ചന്തം, തിടമ്പ് നൃത്തം എന്നിവയുമുണ്ടാകും. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ആചാരപരമായി വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകണമെന്ന സേവാസമിതി ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്സവം പുറത്തെഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെടിക്കെട്ട് പതിവാണ്. അന്നപൂർണേശ്വരിക്ക് വെടിക്കെട്ട് കാണാൻ വെടിക്കോട്ടയും ക്ഷേത്രത്തിലുണ്ട്. വെടിക്കോട്ടയിൽ എഴുന്നള്ളിപ്പ് നടത്തി കരിമരുന്ന് പ്രയോഗം കണ്ടാണ് ദേവി ക്ഷേത്രത്തിലേക്ക് മടങ്ങാറ്. ക്ഷേത്രാചാരപ്രകാരം ശബ്ദ തീവ്രത കുറച്ച് കരിമരുന്ന് പ്രയോഗം നടത്താൻ അനുമതി നൽകണമെന്നാണ് സംഘാടകരുടെ അഭിപ്രായം. ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് തന്നെ ആദ്യം തന്നെ കാണുന്നത് വെടിക്കോട്ട എന്ന് പറയുന്ന ഒരു ഗോപുരം. ഉത്സവം ലാസ്റ്റ് തീരുന്ന ദിവസം അമ്മ എഴുന്നള്ളി വന്ന് അവിടെ നിന്ന് ഈ കരിമരുന്ന് പ്രയോഗം കണ്ടതിന് ശേഷമാണ് അകത്തേക്ക് എഴുന്നള്ളിച്ച് വെക്കേണ്ടത്.
അത് ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഏപ്രിൽ 13 ആരംഭിക്കുന്ന ഉത്സവം 20 സമാപിക്കും. MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനം ഇക്കുറി കല്യാശ്ശേരിയിൽ ചരിത്ര വിജയം നേടാൻ സഹായിക്കുമെന്ന് ടി വി രാജേഷ് MLA പറഞ്ഞു. മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ 2 വട്ടം പര്യടനം പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പാക്കിയ പദ്ധതികളെ എടുത്തുകാട്ടിയാണ് ടി വി രാജേഷ് MLA ജനവിധി തേടുന്നത്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വികസനമെത്തിക്കാൻ സാധിച്ചു. വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെയാണ് പ്രവർത്തിച്ചത്. റോഡ്, കുടിവെള്ളം, വിദ്യാഭ്യാസം, കൃഷി, ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലയിലും സമഗ്ര വികസനം കാഴ്ചവെച്ചു. MLA എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചു. ഇതുതന്നെയാണ് പ്രചരണത്തിൽ എടുത്തു പറയുന്നതും. MLA എന്ന നിലയിൽ മണ്ഡലത്തിന്റെ വികസന സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി കാര്യമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. കാലമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ സർഗാത്മകമായി ഭാവനാപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ വളരെ ആവേശകരമായ പ്രതികരണമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന, വീണ്ടും ജനവിധി നേടുന്ന എന്നെ വലിയ നിലയിൽ അംഗീകരിക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ചെറുകുന്ന്, കണ്ണപുരം, മാടായി, മാട്ടൂൽ, ഏഴും ചെറുതാഴം പ്രദേശങ്ങളിൽ ടി വി രാജേഷ് MLA 2 വട്ട പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു. സീൽ ന്യൂസ്, ചെറുകുന്ന്. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അമൃത രാമകൃഷ്ണൻ പ്രചാരണം ആരംഭിച്ചു. കല്യാശ്ശേരിയിൽ ഇക്കുറി UDF അട്ടിമറി വിജയം നേടുമെന്ന് അമൃത രാമകൃഷ്ണൻ പറഞ്ഞു. ആശങ്കകൾക്ക് വിട നൽകി UDF സ്ഥാനാർത്ഥി അമൃത രാമകൃഷ്ണനെ കല്യാശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ പ്രചരണ രംഗം ചൂടുപിടിച്ചു തുടങ്ങി. ചെറുകുന്നിലെത്തിയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. അമൃത വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. കല്യാശ്ശേരിയിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് അമൃത മാധ്യമങ്ങളോട് പറഞ്ഞു. അച്ഛൻ N രാമകൃഷ്ണന്റെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രചരണം ആരംഭിച്ചത്. 1970 അച്ഛൻ N രാമകൃഷ്ണൻ എടക്കാട് മണ്ഡലത്തിൽ നിന്നും CITU നേതാവ് C കണ്ണനെ പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലേക്ക് എത്തിയത്. അതുപോലെ ചരിത്രം കല്യാശ്ശേരിയിലും ആവർത്തിക്കുമെന്ന് അമൃത പറഞ്ഞു. നമ്മുടെ UDF സർക്കാർ വീണ്ടും വരിക, ഒരു ഭരണ തുടർച്ച നമുക്ക് ഉണ്ടാകുക എന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു ആവശ്യമാണ്, നമ്മുടെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. എല്ലാ മേഖലയിലും വികസനത്തിന്റെ പെരുമഴ പെയ്യിച്ച ഒരു സർക്കാരാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. അതുതന്നെയാണ് എന്റെ ആത്മവിശ്വാസം. കല്യാശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി ടി വി രാജേഷിന്റെ നേതൃത്വത്തിൽ പ്രചരണം നേരത്തെ ആരംഭിച്ചിരുന്നു. BJP സ്ഥാനാർത്ഥി അരുണും പ്രചരണ രംഗത്ത് സജീവമാണ്. വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ നടക്കുന്നത്. സീൽ ന്യൂസ്, ചെറുകുന്ന്. മലബാറിലെ ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ജീവനക്കാരെയും തീരെ അവഗണിച്ച ഭരണമാണ് നടന്നത് എന്ന് മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് VV ശ്രീനിവാസൻ പറഞ്ഞു. ഇടതുപക്ഷ സർക്കാർ അനുവദിച്ച ശമ്പള പരിഷ്കരണത്തിൽ പാസാക്കിയ കാലാകാലത്തെ ക്ഷാമബത്ത പോലും തിരിച്ചുപിടിക്കാൻ ഉത്തരവിട്ട് അർദ്ധപട്ടണിക്കാരായവരെ മുഴുപട്ടണിക്കാരാക്കാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. UDF ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ HRE ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ വൻ അഴിമതി കണ്ടെത്തിയ 3 ക്ഷേത്രങ്ങളെ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തിരുന്നു. ഇപ്പോൾ പാലക്കാട് ഒരു ക്ഷേത്രവും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ടുമുമ്പായി വിട്ടുകൊടുത്തു. അഴിമതിക്കാരും ക്ഷേത്ര വരുമാനം കൊള്ളയടിക്കുന്ന പലരും സ്വാധീനവും പണവും നൽകി ഇതേ മാർഗത്തിൽ ബോർഡിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായി അറിയുന്നു. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ ദേവസ്വത്തിന്റെ കീഴിലുള്ള വടുകുന്ത ശിവക്ഷേത്രവും തിരിച്ചുപിടിക്കാൻ കോടതി ഉത്തരവുണ്ടായിട്ടും അനധികൃത കമ്മിറ്റിക്ക് അഴിമതി നടത്താൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. ക്ഷേത്ര താൽപര്യം കാണിക്കേണ്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് 10 വോട്ട് കുറയുമെന്നും ഇലക്ഷൻ കഴിയട്ടെ എന്നും പറയുന്നതെന്ന് VV ശ്രീനിവാസൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് VV ശ്രീനിവാസൻ, KG പ്രദീപൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. കോർപ്പറേറ്റുകളുടെയും സമ്പന്ന സവർണ വിഭാഗങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ. വർഗീയ ഫാസിസ്റ്റ് പദ്ധതികൾ രാജ്യത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദ് സർവകലാശാലയിലെ രോഹിത് വെമലയുടെ ആത്മഹത്യയും JNU വിദ്യാർത്ഥിനി കനയ്യകുമാറിനെയും മറ്റും ജയിലിലടച്ച സംഭവങ്ങളും അതാണ് സൂചിപ്പിക്കുന്നതെന്നും CPIML ജനറൽ സെക്രട്ടറി KN രാമചന്ദ്രൻ പറഞ്ഞു. സമസ്ത മണ്ഡലങ്ങളിലും കാവ്യവൽക്കരണത്തിന്റെ ഇത്തരമൊരു അഖിലേന്ത്യാ സാഹചര്യത്തിലാണ് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയുടെയും ക്രിമിനൽ മാഫിയ ഇടപാടുകളുടെയും പ്രഭവ കേന്ദ്രമാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും മാറ്റിത്തീർത്തു. എല്ലാ സാമൂഹ്യ തിന്മകളും വർദ്ധിച്ചു. 2 വർഷം മുമ്പ് 2 വർഷം തികയാണ് മോഡി സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. അതുവരെ ഉണ്ടായിരുന്ന വലതുപക്ഷ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ഒരു തീവ്ര വലതുപക്ഷ അവസ്ഥയിലേക്ക് കോർപ്പറേറ്റ് ഭരണത്തിനും അതുപോലെ
കാവ്യവൽക്കരണത്തിനും രാജ്യത്തെ തുറന്നു കൊടുക്കുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് അന്തരീക്ഷം സൃഷ്ടിക്കുന്ന BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഈ 5 സംസ്ഥാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഗീയ ഫാസിസ്റ്റുകൾ അതിപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുത്വത്തിൻ്റെ പേരിലായാലും പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഇസ്ലാമിക വിഭാഗത്തിൻ്റെ പേരിലായാലും ലാറ്റിൻ അമേരിക്കയിലൊക്കെ തന്നെ ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസത്തിൻ്റെ പേരിലായാലും ഇവരൊക്കെ പ്രവർത്തിക്കുന്ന ഒരേ അജണ്ട വെച്ചുകൊണ്ടാണ്. കോർപ്പറേറ്റ് ശക്തികളെ വളർത്തുക, ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കുക, ധനികരെ കൂടുതൽ അധനികരാക്കുക എന്നുള്ള ഒരേ അജണ്ട വെച്ചുകൊണ്ടാണ് ഈ എല്ലാ മതമൗലികവാദ ശക്തികളും ലോകത്തെല്ലായിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കുന്ന BJPയും കോൺഗ്രസും നയിക്കുന്ന അതേ വികസന സമീപനം തന്നെയാണ് LDFനുമുള്ളത്. കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ജനങ്ങൾക്ക് തൊഴിലും സാമൂഹ്യ സുരക്ഷയും ജനാധിപത്യാവകാശങ്ങളും ലഭ്യമാക്കുന്നതിനും ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നതിനുമായ ഒരു ജനപക്ഷ ബദൽ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണെന്നും ജനകീയാധികാരം ഉറപ്പാക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക മുന്നോട്ട് വച്ചുകൊണ്ടാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIML റെഡ് സ്റ്റാർ മത്സരിക്കുന്നതെന്ന് ജനറൽ സെക്രട്ടറി KN രാമചന്ദ്രൻ പറഞ്ഞു. സീൽ ന്യൂസ്, കണ്ണൂർ. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ സൂചനാ പണിമുടക്ക് നടത്തി. ഏപ്രിൽ 11-നുള്ളിൽ ശമ്പളം നൽകുമെന്ന് പ്രിൻസിപ്പൽ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ശമ്പളം ലഭിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് പണിമുടക്ക് നടത്തിയതെന്ന് പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘടനയായ ആംസ്റ്റയുടെ പ്രസിഡന്റ് ഡോക്ടർ ബിജു ആന്റണി കണ്ണൂരിൽ പറഞ്ഞു. കഴിഞ്ഞ മാസം ശമ്പളം വൈകിയാണ് ലഭിച്ചത്. ഈ മാസം വിഷുവായിട്ടും ശമ്പളം ലഭിച്ചില്ല. ഇതേ തുടർന്ന് പ്രിൻസിപ്പലിനെ സമീപിച്ചു. 11-നകം ശമ്പളം നൽകുമെന്ന് പ്രിൻസിപ്പൽ ഉറപ്പു നൽകിയിരുന്നു. ഞങ്ങൾ അവിടെ ഒരു ദിവസം സ്ട്രൈക്ക് നടത്തുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ. ഞങ്ങളുടെ കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഈ മാസം നാളെ കഴിഞ്ഞ് വിഷുവല്ലോ. അന്നേരം വിഷുവായിട്ടും നമ്മൾ കുറേ പ്രാവശ്യം പോയി ചോദിച്ചു, നമുക്ക് ശമ്പളം സമയത്ത് തരണമെന്ന് പറഞ്ഞു. അന്നേരം കഴിഞ്ഞ ആഴ്ചയിൽ പോയി ചോദിച്ചപ്പം അന്ന് അവർ എഴുതി തന്നത് 11-ാം തീയതി ഇന്നലെ തരാമെന്ന് പ്രിൻസിപ്പൽ എഴുതി തന്നതാണ്. പക്ഷേ അന്ന് തന്നെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസത്തെ ശമ്പളം മാർച്ച് 31-ാം തീയതി തന്നെ അവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫിനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്കും കൊടുത്തു. ഞങ്ങളുടേത് മാത്രം തന്നില്ല. ശമ്പളം നൽകാത്തതിനാൽ പലതവണ പ്രിൻസിപ്പലിനെ സമീപിച്ചു. ചെയർമാനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. പല കാര്യങ്ങളിലും മെഡിക്കൽ കോളേജ് നാഥനില്ലാ കളരിയാണെന്നും ബിജു ആന്റണി പറഞ്ഞു. സീൽ ന്യൂസ്, കണ്ണൂർ. ഹാൻഡ് വീവിംഗ് തൊഴിലാളികൾക്ക് തൊഴിലും കൂലിയുമില്ല. ഫെബ്രുവരി മുതൽ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് കണ്ണൂരെ ഹാൻഡ് വീവിംഗ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. 21 ലക്ഷം രൂപ ശമ്പള ഇനത്തിൽ അനുവദിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഞങ്ങൾ കാരണം ഉത്സവ സീസണുകളിൽ സാധാരണ എന്തായാലും പൈസ തീർക്കുന്നതാണ്. ഇപ്പോൾ ഓണം, വിഷു അതുപോലെ ദിവസങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ 2 മാസമായിട്ട് നമ്മൾ പെൻഡിംഗ് ഉള്ള പൈസ വിഷുവിന് തന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതിഷേധമാണ്. കാരണം ഞങ്ങൾ 6 മാസമായി ശരിക്കും പട്ടിണിയാണ്. കാരണം കൈത്തറി 6 മാസമായി പണിയില്ല. 6 മാസം കൊണ്ട് 2 മാസത്തെ പുറത്തെ നമുക്ക് കിട്ടി. അത് നമുക്ക് കിട്ടി, എടുത്ത പണിക്ക് പൈസ ഇല്ല. അപ്പൊ ഇത് വെച്ചാൽ കഴിഞ്ഞ 5 വർഷം മുന്നേ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു കാരണവശാലും ഈ കണ്ണൂർ കണ്ടിട്ടില്ല. ഈ ഓഫീസ് എവിടെയാണുള്ള MD ആരാണെന്ന് അറിയില്ല. കാരണം ഞാൻ രാഷ്ട്രീയം പറയില്ല, അച്യുതാനന്ദ ഗവൺമെന്റിന്റെ കാലത്താണ് ഏറ്റവും ഞങ്ങൾ സുവർണ്ണ കാലഘട്ടം. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വളരെ ദുരിതപൂർണമായ ജീവിതം. അതെന്താണെന്ന് അറിയില്ല. ഇവിടെ അത് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ ഒന്നും നമുക്കറിയില്ല. ഞങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമാണ്. പൊതുമേഖലാ സ്ഥാപനമായ ഹാൻഡ് വീവിൽ കഴിഞ്ഞ 3 മാസമായി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കുന്നില്ല. നിരവധി തവണ മാനേജറെ സമീപിച്ചിട്ടും അനുകൂല സമീപനം ഉണ്ടായില്ല. തുടർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. MD AS മുഹമ്മദ് ഷരീഫ് സ്ഥലത്തിലായിരുന്നു. തുടർന്ന് ഫോണിൽ ബന്ധപ്പെടുകയും 21 ലക്ഷം രൂപ ശമ്പളം ഇനത്തിൽ അനുവദിക്കുമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. സീൽ ന്യൂസ്, കണ്ണൂർ. പുനർനിർമ്മാണത്തിനായി കോടികൾ അനുവദിച്ച കാർത്തികപുരം ശുദ്ധജല വിതരണ പദ്ധതി പാതി വഴിയിലായതോടെ നാട്ടുകാർ ദുരിതത്തിൽ. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സമയത്ത് പോലും ആവശ്യത്തിന് വെള്ളം വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ ജനരോഷം ശക്തമാവുന്നു. ആലക്കോട്, ഉദയഗിരി പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ 35 വർഷം മുൻപ് ആരംഭിച്ചതാണ് കാർത്തികപുരം ശുദ്ധജല വിതരണ പദ്ധതി. പേരിൽ ശുദ്ധജലമുണ്ടെങ്കിലും അന്നുമുതൽ വല്ലപ്പോഴും മാത്രമാണ് ഈ പദ്ധതിയുടെ ഗുണം പ്രദേശവാസികൾക്ക് ലഭിച്ചത്. ഗുണനിലവാരമില്ലാത്ത ആസ്ബറ്റോസ് പൈപ്പുകളാണ് ജലവിതരണത്തിനായി സ്ഥാപിച്ചിരുന്നത്. ഇവയിൽ പലതും കുറച്ചു വർഷങ്ങൾ കൊണ്ടുതന്നെ ഉപയോഗശൂന്യമായി.
വേനൽക്കാലമാകുന്നതോടെ കുടിവെള്ളക്ഷാമത്താൽ ദുരിതമനുഭവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമാകേണ്ട പദ്ധതിക്കാണ് ഈ ഗതി. പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയായതോടെ 2.5 കോടിയോളം രൂപ പദ്ധതിയുടെ പുനർനിർമ്മാണ പ്രവൃത്തിക്കായി 2 വർഷം മുൻപ് സർക്കാർ അനുവദിച്ചു. എന്നാൽ ചില ഭാഗങ്ങളിൽ മാത്രം PVC പൈപ്പ് സ്ഥാപിച്ച് കരാറുകാരൻ പ്രവൃത്തി അവസാനിപ്പിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഈ കഴിഞ്ഞ 2 വർഷമായി ഈ പദ്ധതി റോഡിന്റെ പണി പൂർത്തിയാക്കി 2 വർഷം കഴിഞ്ഞിട്ടും ഇതിന്റെ മറ്റൊരു പ്രവൃത്തി നടക്കുന്നില്ല. ഇത് സംബന്ധിച്ച് ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ പ്രവൃത്തിയുടെ ഉദയഗിരി പഞ്ചായത്ത് ഓഫീസിന് അപ്പുറത്തേക്കുള്ള പ്രവൃത്തികൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ അതിന്റെ ഫലമായി ആലക്കുഴ പഞ്ചായത്തിലെ നെല്ലിപ്പാറ, അരങ്ങലക്ഷം വീട്, അരങ്ങം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ 100 കണക്കായ കുടുംബങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ശുദ്ധജലമാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നാട്ടുകാരെന്ന നിലയിലും മറ്റുമൊക്കെ നിരവധിയായ പരാതികൾ മന്ത്രി ശ്രീമാൻ KC ജോസഫിന് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചെറുവിരൽ അനക്കാത്തതുകൊണ്ട് തന്നെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പൊ തന്നെ ഈ പദ്ധതി ഏത് സമയത്തും നിലയ്ക്കുന്ന ഒരു ഘട്ടത്തിലാണ് എത്തിയിട്ടുള്ളത്. കാർത്തിപുരത്തെ പല ഹോട്ടലുകളും ഉൾപ്പെടെ തുറക്കാൻ സാധിക്കുന്നില്ല, ശുദ്ധജലം ലഭിക്കാത്തതുകൊണ്ട്. ഈ പദ്ധതി പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം നൽകേണ്ട അധികൃതരും കണ്ണടച്ചതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കേണ്ട പദ്ധതി പാതിവഴിയിലായിരിക്കുകയാണ്. സീൽ ന്യൂസ്, ആലക്കോട്. പരിയാരം ദേശീയപാതയിൽ ഗുഡ്സ് കാരിയറും KSRTC ബസും കൂട്ടിയിടിച്ചു 9 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പരിയാരം ഹൈസ്കൂളിന് സമീപം ചൊവ്വാഴ്ച രാവിലെ 10:30ഓടെയായിരുന്നു അപകടം നടന്നത്. ഇരിട്ടിയിൽ നിന്ന് ഫർണിച്ചറുകളുമായി പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KL 58 P65 ടാറ്റ ഏസ് ഗുഡ്സ് കാരിയറും പയ്യന്നൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന KSRTCയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് ഗുഡ്സ് കാരിയറിനകത്ത് കുടുങ്ങിയ 2 പേരെ വണ്ടി പൊളിച്ച് പുറത്തെടുത്തു. ഗുഡ്സ് കാരിയറിലുണ്ടായിരുന്ന ഇരിട്ടിയിലെ ധനേഷ്, ക്ലീനർ രാജേഷ് എന്നിവർക്കും ബസ് യാത്രികരായ ജസ്ന, ഷാലിമ, സനിൽ, അനിൽകുമാർ, ശിവൻ, ലളിത, ശ്യാമ എന്നിവർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രാജേഷിന്റെ നില ഗുരുതരമാണ്. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പരിയാരം SI KN മനോജിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം ഗതാഗതം പുനഃസ്ഥാപിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. തരിശുഭൂമിയിൽ വാഴകൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് കരിമ്പം വെള്ളാരംപാറയിലെ കരിക്കൻ സുമേഷ്. 2 ഏക്കറോളം സ്ഥലത്ത് വാഴകൃഷിയും പച്ചക്കറിയും ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. 1 ഏക്കർ സ്ഥലത്താണ് വാഴ കൃഷി ചെയ്യുന്നത്. നേന്ത്ര, പൂവൻ, റോബസ്റ്റ് എന്നീ ഇനങ്ങളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കൃഷി. തരിശുഭൂമി JCB വെച്ച് നിരപ്പാക്കി കുഴികളെടുത്താണ് വാഴകൾ നട്ടത്. ഇപ്പോൾ വിഷുവിപണിയിൽ വിപണനം ചെയ്യാനാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ബസ് ഡ്രൈവറായി ജോലി ചെയ്ത ഇദ്ദേഹത്തെ കൃഷിയിലേക്ക് നയിച്ചത് പ്രവാസി ജീവിതമാണ്. ഗൾഫിലെല്ലാം പോയി മരുഭൂമിയിൽ ആടിനെ വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് തോന്നി ആടാ ഇത്രയും പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ കേരളത്തിൽ അതിനാക്കാണും പച്ചക്കറി ഉണ്ടാക്കാൻ കഴിയുന്നില്ലതാണ് എൻ്റെ ഇത്. എല്ലാ വിത്തുകളും എൻ്റെ അടുക്കുണ്ട്. ഇതിൽ എന്തൊക്കെ കൃഷി ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ? ഇപ്പം തെങ്ങും തോട്ടത്തിൽ വാഴ, കപ്പ, ചേമ്പ്, ചേന, ഈ 4 കൃഷികളാണ് ഇപ്പം ചെയ്യുന്നത്. ഇഷ്ടംപോലെ പാടങ്ങളും ഇതെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്, വെള്ളമുണ്ട്, സൗകര്യമുണ്ട്. പക്ഷെ ആരും ഒന്നും ചെയ്യുന്നില്ല. പുതിയ തലമുറ ഇതിലേക്ക് ഇറങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. പറമ്പിൽ വറ്റാത്ത ചെറിയ കുഴിയിൽ നിന്നാണ് വാഴകൾക്ക് വെള്ളം നനയ്ക്കുന്നത്. വാഴകൃഷി ലാഭകരമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. വാഴ കൂടാതെ ചേമ്പ്, മരച്ചീനി, ചേന, വെള്ളരി, കുമ്പളങ്ങ, പൈനാപ്പിൾ, വെണ്ട, പച്ചമുളക്, വഴുതിന, ചുരങ്ങ തുടങ്ങിയവയും ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ പച്ചക്കറികളുടെയും വിത്തുകളുടെ വൻ ശേഖരം ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. പഴയ കാലങ്ങളിലെ വീടുകളിലേതുപോലെ പഴുത്ത വെള്ളരികൾ കെട്ടിത്തൂക്കിയാണ് സൂക്ഷിക്കുന്നത്. ഉപ്പുമാങ്ങകളും വാട്ടുകപ്പ, കൊടംപുളി എന്നിവ ഇദ്ദേഹം വർഷകാല ഉപയോഗത്തിനു വേണ്ടി സംസ്കരിച്ചു സൂക്ഷിക്കുന്നുണ്ട്. കൃഷിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന യുവതലമുറയ്ക്ക് പാഠമാകേണ്ട ഒരു മാതൃകാ കർഷകനാണ് കരിക്കൻ സുരേഷ്. സിയൂസ്, തളിപ്പറമ്പ്. ശ്രീകണ്ഠാപുരം നഗരസഭാ പരിധിയിൽ മണൽക്കടത്ത് വ്യാപകം. പഴയങ്ങാടി, മടമ്പം, തുമ്പേനി, കാഞ്ഞിലേരി എന്നീ പ്രദേശങ്ങളിലാണ് മണൽക്കടത്ത് വ്യാപകമാകുന്നത്. കനത്ത ചൂടിൽ പുഴ വറ്റി വരളുമ്പോഴും പുഴയിൽ നിന്നും മണൽ വാരി വിൽപ്പന നടത്തുന്നത് വ്യാപകമാണ്. സ്ത്രീ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ചാക്കുകളിലാക്കിയാണ് മണൽക്കടത്ത് സജീവമായിട്ടുള്ളത്. ഇവിടെ വെച്ച് തന്നെ മണൽ അരിച്ചു നൽകുന്നതും പതിവാണ്. കഴിഞ്ഞ വർഷം വ്യാപകമായി മണൽ ലോറികൾ പോലീസ് പിടിച്ചിരുന്നുവെങ്കിലും ഈ വർഷത്തിൽ ഒരു മണൽ ലോറി പോലും പിടിക്കാനോ അനധികൃത മണൽക്കടത്ത് തടയാനോ പോലീസിനായിട്ടില്ല. മണൽ ബുക്ക് ചെയ്ത് മാസങ്ങളോളം കാത്തിരുന്നിട്ടും ലഭിക്കാതെ ഇരിക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും പരാതി ഉയർന്നു. ന്യൂസ്, ശ്രീകണ്ഠാപുരം.
ആലക്കോട് പരപ്പയിൽ സമരസമിതി നേതാവിനെ ക്വാറി ഉടമ വാഹനമിടിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് ജനകീയ വികസന സമിതി പ്രവർത്തകർ രംഗത്തെത്തി. ചൊവ്വാഴ്ച ഉച്ചയോടെ പരപ്പ മുതുശ്ശേരി റോഡിലാണ് സംഭവങ്ങളുടെ തുടക്കം. മുതുശ്ശേരി ഭാഗത്തു നിന്നും സുഹൃത്തിനൊപ്പം വരികയായിരുന്ന ജനകീയ വികസന സമിതി നേതാവ് മനു മാത്യുവിന്റെ കാറിൽ എതിർദിശയിൽ നിന്ന് വന്ന ക്വാറി ഉടമയുടെ കാറ് ഇടിപ്പിക്കുകയായിരുന്നു എന്നാണ് വികസന സമിതി പ്രവർത്തകരുടെ ആരോപണം. മാസങ്ങളായി ക്വാറിക്കെതിരെ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിവരുന്ന മനുവിനെ കരുതിക്കൂട്ടി അപായപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സംഭവമെന്നും സമരക്കാർ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വിവരമറിഞ്ഞ് നാട്ടുകാർ സംഘടിച്ചതോടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ അല്പം സംഘർഷവുമുണ്ടായി. ആലക്കോട് പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് സംഘർഷത്തിന് അല്പം അയവ് വന്നത്. കോറി മുതലാളി റോഡിന്റെ നടുക്ക് വണ്ടി ചവിട്ടിപ്പിടിക്കുകയും വണ്ടിയിലുണ്ടായിരുന്ന സിബി മുണ്ടയ്ക്കൽ വണ്ടിയിൽ നിറങ്ങി കോറി മുതലാളി സൈഡ് തരണമെന്ന് അപേക്ഷിക്കുകയും വേണമെങ്കിൽ വണ്ടിക്കാരൻ പുറകോട്ട് മാറ്റണമെന്ന് പറയുകയും അപ്പോൾ സിബി പറയുവാണ് ഡ്രൈവറോട് സൈഡാക്കി കൊടുക്കാൻ. ആ സാഹചര്യത്തിലാണ് സൈഡാക്കുമ്പോഴാണ് കോറി മുതലാളി വണ്ടി ഇടിച്ച് കയറ്റുന്നത്. ആ വണ്ടി കണ്ടാൽ ആർക്കും അറിയാം ഡ്രൈവറുടെ ഫ്രണ്ടിൽ ഒരു തരത്തും ഒരു പരിക്ക് പോലും ഇല്ല. ആ വണ്ടിയുടെ ഡ്രൈവറുടെ ഡോർ മുതൽ പുറകോട്ടേക്കാണ് വണ്ടി ഇടിച്ച് കയറ്റിക്കുന്ന പാട് കണ്ടാൽ ആർക്കും കണ്ടാൽ ആ വണ്ടി കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സാധാരണ ഒരു കുഞ്ഞു കൊച്ചിന് വരെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ വഴി നടക്കാനും വാഹനം ഓടിക്കാനും പറ്റത്തില്ലാത്ത രീതിയിൽ കോറി നിന്ന് വരുന്ന വാഹനങ്ങളും ജനങ്ങൾക്ക് ഭീഷണിയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അതിന്റെ മുതലാളിയാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഈ രീതിയിൽ ജനങ്ങൾ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും എന്നുള്ളതൊരു വലിയ പ്രശ്നസന്ധിയായിരിക്കുകയാണ്. സംഭവത്തിന് ശേഷം ക്വാറിയിലേക്കുള്ള വാഹനങ്ങൾ സമരക്കാർ പരപ്പ ടൗണിൽ വെച്ച് തടഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പരപ്പ, നെടുവോട് വാർഡുകളിൽ ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താലിനും ആഹ്വാനം ചെയ്തു. സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് പരപ്പയിലും പ്രദേശങ്ങളിലും കൂടുതൽ പോലീസിനെ വിനിയോഗിച്ചിരിക്കുകയാണ്. സീൽ ന്യൂസ്, ആലക്കോട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സർഗാത്മകവും സംവാദാത്മകവും ആക്കുക എന്ന ലക്ഷ്യത്തോടെ തളിപ്പറമ്പിൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടത്തുന്നു. തളിപ്പറമ്പ് മേഖലാ ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനം 14-ന് 4 മണിക്ക് തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിലും മയ്യിൽ മേഖലയിലെ ഉദ്ഘാടനം 15-ന് 4 മണിക്ക് കരിങ്കൽക്കുഴിയിലും വിഖ്യാത ചലച്ചിത്രകാരൻ കുമാർ സാനി നിർവഹിക്കും. സന്തോഷ് കീഴാറ്റൂർ, മനോജ് കാന, VK ജോസഫ്, കരിവെള്ളൂർ മുരളി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് മേൽ ഇരുൾ പടർത്തുന്ന കാലത്ത് ഫാസിസ്റ്റ് ഭീകരത തുറന്നുകാട്ടുകയും ഒപ്പം ഫാസിസത്തിനെതിരായ പ്രതിരോധം ശക്തിപ്പെടുത്തുകയുമാണ് ഈ ചലച്ചിത്രമേളയിലൂടെ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടൊരു പുതുമുള്ള ഒരു പ്രചരണ രീതി എന്നുള്ള രീതിയിൽ ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമാണ് ഇത്. ഇതിന്റെ ഉദ്ഘാടനം വിഷുവായിരുന്നു 14-ന് വൈകിട്ട് വിഖ്യാത ചലച്ചിത്രകാരൻ കുമാർ സാനിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർ ദിവസങ്ങളിൽ ഇതൊരു ഫാസിസ്റ്റ് വിരുദ്ധ ചലച്ചിത്രമാണ്. ലോകപ്രശസ്തങ്ങളായ ഫാസിസ്റ്റ് വിരുദ്ധ ചിത്രമാണ്. ഉദ്ഘാടന ചിത്രം നൈറ്റ് ആൻഡ് ഫോഗ് ആണ്. എല്ലാവർക്കും അറിയുന്ന അലൻ റെനയുടെ വിഖ്യാതമായ ഫാസിസ്റ്റ് വിരുദ്ധ ചിത്രമാണ് നൈറ്റ് ആൻഡ് ഫോഗ്. പിന്നെ ദ പിയാനിസ്റ്റ്, ഇൻസിഡന്റ് അറ്റ് ഓൾ ക്രീക്സ് ബ്രിഡ്ജ്, രാം കെ നാം, ബ്യൂട്ടിഫുൾ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ തുടങ്ങിയ ചിത്രങ്ങളാണ്. ഇതിൻ്റെ ഒരു തുടർ പ്രദർശനം ഏതാണ്ട് തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിന്റെ ഏതാണ്ട് 10-200 വേദികളിലായിട്ട് ഗ്രാമീണ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഗ്രന്ഥശാലകളിലും വായനശാലകളിലൊക്കെ ആയിട്ടുള്ള ഇതിന്റെ തുടർ പ്രദർശനങ്ങൾ 200-250 തുടർ പ്രദർശനങ്ങളുണ്ട്. മണ്ഡലത്തിലെ 200ഓളം കേന്ദ്രങ്ങളിൽ സിനിമകളുടെ പ്രദർശനം നടത്തും. ചലച്ചിത്രമേളയുടെ വിജയത്തിനായി ഷെറി ചെയർമാനും സൈനുൽ ഹുക്മാൻ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു പ്രവർത്തിച്ചു വരുന്നു. വാർത്താ സമ്മേളനത്തിൽ ഷെറി, SP രമേശൻ, K ബിജുമോൻ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. വേറിട്ട പുതുമകളോടെ കുറ്റ്യാട്ടൂർ അരി വിപണി ജനപ്രിയമാവുന്നു. ഇത് ഏറെ ശുദ്ധവും കീടനാശിനി പ്രയോഗിക്കാത്തതും തവിട്ട് നിറമായുമാണ് വിപണിയിലെത്തുന്നത്. 4 വർഷമായി തരിശായിട്ടിരുന്ന അമ്പായത്തൊടിയിലെ 7.5 ഏക്കർ വയലിൽ 2010-15 കാലത്തെ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. കഴിഞ്ഞ നവംബർ 23-നാണ് വിളവെടുത്തത്. പന്നിയൂരിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക സഹായത്തോടെയും നാട്ടുകാരുടെ പിന്തുണയോടെയുമാണ് കൃഷി ഇറക്കിയത്. പഞ്ചായത്തിലെ 13 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും കൃഷിയിൽ പങ്കാളികളായി. കീടനാശിനി പ്രയോഗം ഇല്ലാതെ തന്നെ 12 ടൺ അരിയാണ് ലഭിച്ചത്. സീൽ ന്യൂസ്, കണ്ണൂർ. പരവൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും മലയോര മേഖലയിലെ പടക്കക്കടകൾ സജീവമായിരിക്കുകയാണ്. അപകട ഭീഷണിയുള്ളതിനാൽ മിക്കവരും ശബ്ദമുള്ള പടക്കങ്ങൾ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ട്. വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. വിഷുവിന് കണിക്കുന്ന പോലെ ഒഴിവാക്കാനാവാത്തതാണ് പടക്കങ്ങളും. ഇത്തവണ പടക്ക വിൽപ്പനശാലകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പടക്കത്തിന് ആവശ്യക്കാർ ഏറെയാണ്. മലയോരത്തെ വിപണികളും സജീവമായി കഴിഞ്ഞു. വർണ്ണവിസ്മയം തീർക്കുന്ന ചൈനീസ് പടക്കങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. കമ്പിത്തിരി, പൂക്കുറ്റി, നിലച്ചക്രം എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം.
മാങ്ങാട് കൃഷ്ണപിള്ള വായനശാലയ്ക്ക് പിറകിൽ മോട്ടോർ ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 10 ദിവസത്തോളമായി ഇവിടെ ബൈക്ക് ഉപേക്ഷിച്ചിട്ട്. KL18B 7852 ബൈക്കാണ് കഴിഞ്ഞ 10 ദിവസത്തോളമായി ഇവിടെ ഉപേക്ഷിച്ചിട്ട്. പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ പോലീസും സ്ഥലത്തെത്തിയിട്ടില്ല. നിരവധി വാഹനങ്ങൾ നിർത്തിയിടാറുള്ള സ്ഥലമാണ് ഇത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ബൈക്ക് എടുത്തു മാറ്റാത്തതിൽ ദുരൂഹത ഉള്ളതായി സമീപവാസികൾ പറഞ്ഞു. ഇപ്പോൾ ഒരു 5-10 ദിവസമായിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നു. കാരണം വെച്ചാൽ അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. കാരണം വെച്ചാൽ ഒരു അപ്പുറത്ത് ഒരുപാട് വണ്ടി ഇവിടെ വന്നിട്ട് വെക്കുന്നതാണ്. ഇപ്പം 2 ദിവസം കുറേ ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു 3-4 ദിവസം മുമ്പേ ഇവിടെ വിളിച്ചു പറഞ്ഞായിരുന്നു സ്റ്റേഷൻ, കണ്ണൂർ സ്റ്റേഷനിൽ. അവർ വരാനും പറഞ്ഞില്ല, ഇന്ന് വന്നിട്ട് കാണുന്നില്ല. സീൽ ന്യൂസ് ധർമ്മശാല. KSTA വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ യൂണിറ്റ് കൺവെൻഷനും സമ്മേളനവും കണ്ണൂരിൽ നടന്നു. GSTU ഓഡിറ്റോറിയത്തിൽ DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു വട്ടം കൂടി ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരണം എന്ന് ആവശ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അവർക്ക് രാഷ്ട്രീയമല്ല പ്രശ്നം, അവരുടെ രാഷ്ട്രീയം വികസനമാണ്. വികസന രാഷ്ട്രീയം കേരളത്തിൽ താല്പര്യപ്പെടുന്ന ജനവിഭാഗം എല്ലാം പറയുന്നു ഉമ്മൻചാണ്ടി വീണ്ടും അധികാരത്തിൽ വന്നേ മതിയാകൂ. രാഷ്ട്രീയമല്ല ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ രാഷ്ട്രീയമെല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ഞങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്, അത് വികസന രാഷ്ട്രീയമാണ്. CPM-കാരനാകട്ടെ, BJP-കാരനാകട്ടെ, മറ്റു കമ്മ്യൂണിസ്റ്റുകാരാകട്ടെ, അതുമായി ബന്ധപ്പെട്ടവരാകട്ടെ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പെട്ടവരാകട്ടെ, അല്ലാത്തവരാകട്ടെ, സമസ്ത മേഖലയിൽപ്പെട്ട ജനവിഭാഗത്തിന്റെയും ഒരു രാഷ്ട്രീയം പുതുതായി കേരളത്തിൽ അരങ്ങ് തകർത്ത് വന്നുകൊണ്ടിരിക്കുന്നത് വികസന രാഷ്ട്രീയമാണ്. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി മുഖ്യാതിഥിയായിരുന്നു. സർവീസിൽ നിന്നും വിരമിച്ച ഡ്രൈവർ MV വിക്ടറിന് യാത്രയയപ്പ് നൽകി. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബിജു ജോൺ ക്ഷേമനിധി ചെക്ക് വിതരണം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AN രാജേഷ്, യൂണിറ്റ് സെക്രട്ടറി മോഹനൻ പന്നിയോടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജയകുമാർ ചൂളിക്കണ്ടി അധ്യക്ഷത വഹിച്ചു. സീൽ ന്യൂസ് കണ്ണൂർ. CRC കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 5ാമത് EK നായനാർ സ്മാരക അഖില കേരള സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB സുമേഷ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ആ നിലയിൽ ഏറ്റവും മനോഹരമായി മാതൃകാപരമായി സംഘടിപ്പിക്കപ്പെടുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റ് അക്ഷരാർത്ഥത്തിൽ സഖാവ് നായനാരോട് നാം കാണിക്കുന്ന എക്കാലത്തെയും മികച്ച ഓർമ്മകൾ നിലനിൽക്കുന്നതിന് സഹായകരമായ ഏറ്റവും മികച്ച അനുസ്മരണ പരിപാടികളിലൊന്നാണ്. 5ാമത് EK നായനാർ സ്മാരക അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനാണ് കല്യാശ്ശേരിയിൽ തുടക്കമായത്. ചടങ്ങിൽ കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EP ഓമന അധ്യക്ഷത വഹിച്ചു. TT ബാലകൃഷ്ണൻ, KP ശാരദ ടീച്ചർ, KMR, P ബാലൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ ടൗൺ തൃക്കരിപ്പൂരും സെലക്ടഡ് വളപട്ടണവും ഏറ്റുമുട്ടി. സീൽ ന്യൂസ് ധർമ്മശാല. കണ്ണാടിപ്പറമ്പ് ദാറുൽ ഹസനാത്ത് ഇസ്ലാമിക് കോംപ്ലക്സ് സംഘടിപ്പിക്കുന്ന ഹസനാത്ത് വാർഷിക പ്രഭാഷണ പരിപാടി 16-ന് തുടങ്ങും. 22 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടി കോളേജ് ക്യാമ്പസിൽ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ആരംഭിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. 16-ന് സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷ്ഹൂറിന്റെ അധ്യക്ഷതയിൽ VK അബ്ദുൽ ഖാദർ മൗലവി ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് അലി ഹാഷിം ബാ അലവി തങ്ങൾ പ്രാർത്ഥന നടത്തും. തുടർന്ന് ഹാഫിൽ EP അബൂബക്കർ അൽ ഖാസിമി പത്തനാപുരം പ്രഭാഷണം നടത്തും. 17-18 തീയതികളിൽ അൻവർ മുഹിയദ്ദീൻ ഹുദവി ആലുവ, 19-20 തീയതികളിൽ മുസ്തഫ ഹുദവി ആക്കോട്, 21-ന് ഹാഫിൽ സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരം എന്നിവർ പ്രഭാഷണം നടത്തും. 22-ന് സ്വലാത്ത് വാർഷിക പ്രാർത്ഥനാ സദസ്സ് നടക്കും. ഷൈഖുന മൂര്യാട് ഉസ്താദ് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ KP അബൂബക്കർ ഹാജി, കബീർ കണ്ണാടിപ്പറമ്പ്, PP ഖാലിദ് ഹാജി, സഫ്വാൻ ഹുദവി എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ് കണ്ണൂർ. തരിശിട്ട ബക്കളം വയലിനെ കൃഷിയോഗ്യമാക്കി സംസ്ഥാന ശ്രദ്ധ നേടിയ കാർഷിക കൂട്ടായ്മ പച്ചക്കറിയിൽ നിന്നും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് ഇറക്കി. സ്ക്വാഷ്, ഹൽവ, സോപ്പ്, അച്ചാർ എന്നിവയാണ് പച്ചക്കറിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. സാധാരണ എല്ലാ സ്ഥലത്തും പച്ചക്കറി കൃഷി ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, അത് നേരിട്ട് വിപണനം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പോൾ ഉൽപാദനം കൂടുന്നത്, ഒരേ ഇനം തന്നെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അത് വിപണനം ചെയ്യാൻ സാധിക്കാതെ വെക്കുകയും ചെയ്യുന്നത്. ആ സാഹചര്യത്തിലാണ് ആ ഉൽപ്പന്നങ്ങൾ, ആ ബാക്കി വരുന്ന പച്ചക്കറികൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഇതുപോലെയുള്ള ജാം, സ്ക്വാഷ്, അച്ചാർ, അങ്ങനെ ഒരുപാട് ഹൽവ അതുപോലത്തെ ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ ഇറക്കാൻ വേണ്ടിയിട്ട് മക്കളം വയലുകാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി കൃഷി വകുപ്പിന്റെ ധനസഹായം എന്ന് പറയുമ്പോൾ അത് ഒരു ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി കൃഷി വകുപ്പിനുണ്ട്. അതായത് ജൈവ കൃഷിയല്ല,
ജൈവ കൃഷി പൂർണ്ണമായും ജൈവ കൃഷി ആകുമ്പോൾ കുറച്ചും കൂടി ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഇൻഡോസെറ്റ് പോലെയുള്ള ഒരു തേർഡ് പാർട്ടിയാണ് അതിന് സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്നത്. ഇത് സേഫ് ടു ഈറ്റ് എന്നുള്ള രീതിയിൽ സുരക്ഷിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുക, ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വെള്ളരിയിൽ നിന്ന് അച്ചാർ, സ്ക്വാഷ്, സോപ്പ് എന്നിവയും കുമ്പളങ്ങയുടെ ഹൽവ, ചീര, സ്ക്വാഷ് എന്നിവയാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. കൃഷി വകുപ്പിന്റെ സഹായത്തോടെ ബക്കളത്ത് സ്ഥിരമായ വിപണന കേന്ദ്രം തുറക്കുന്നുണ്ട്. പച്ചക്കറിയും ഉൽപ്പന്നങ്ങളും അതുവഴിയാണ് വിപണനം ചെയ്യുക. ആദ്യഘട്ടത്തിൽ വിഷുവിന് വിപണനം ആരംഭിക്കും. പിന്നീട് വ്യവസായ അടിസ്ഥാനത്തിലേക്ക് സാധ്യമാക്കും. ഇതിന് ടി മനോഹരൻ, കെ പ്രകാശൻ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ഇത്തവണ വേറിട്ട കൃഷി എന്ന നിലയിൽ 3 ഏക്കർ തണ്ണിമത്തൻ കൃഷി ചെയ്തത് ഒരു ദിവസം കൊണ്ട് 5 ടൺ വിൽപ്പന നടത്താൻ കഴിഞ്ഞത് ജൈവ കൃഷിയോട് ജനങ്ങൾക്കുള്ള ആവേശമാണ് കാണിക്കുന്നത്. ബക്കളം AKG മന്ദിരത്തിലാണ് ഇതിനാവശ്യമായ എല്ലാ സഹായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. കൃഷി ഓഫീസർ സപ്ന എല്ലാ സമയത്തും ഇതിന് മേൽനോട്ടം നിർവഹിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ തളിപ്പറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ അനില, കെ ദാമോദരൻ, സി അശോക് കുമാർ, ടി മനോഹരൻ, കെ പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. ചെറിയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 61ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് നിർവഹിച്ചു. ചടങ്ങിൽ പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A രാജേഷ് അധ്യക്ഷത വഹിച്ചു. SP രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി. KV ശോഭന, PTA പ്രസിഡന്റ് K ബിനു, K സുരേശൻ, MN നമ്പൂതിരി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ V ശനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്യങ്ങളും മെഗാ തിരുവാതിരയും 6ാം വയൽ റെഡ് സ്റ്റാർ വനിതാവേദി അവതരിപ്പിച്ച ഉദയസൂര്യൻ എന്ന നാടകവും അരങ്ങേറി. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. വാർത്തകൾ അവസാനിക്കും മുമ്പേ പ്രധാന വാർത്തകൾ വീണ്ടും. രാത്രികാലങ്ങളിലെ ശബ്ദത്തോടെയുള്ള വെടിക്കെട്ട് നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് എല്ലാ സർക്കാർ വകുപ്പുകൾക്കും അയക്കാൻ കോടതി നിർദ്ദേശം. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകില്ലെന്ന് ADM H ദിനേശൻ. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് UDF സ്ഥാനാർത്ഥി അമൃത രാമകൃഷ്ണൻ. ഇത്തവണ UDF അട്ടിമറി വിജയം നേടുമെന്നും അമൃത രാമകൃഷ്ണൻ. ഇക്കുറി കല്യാശ്ശേരിയിൽ ചരിത്ര വിജയം നേടുമെന്ന് മണ്ഡലത്തിൽ 2 വട്ടം പര്യടനം പൂർത്തിയാക്കിയ TV രാജേഷ് MLA. മലബാറിലെ ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ജീവനക്കാരെയും അവഗണിച്ച ഭരണമാണ് കഴിഞ്ഞ 5 വർഷം നടന്നതെന്ന് INTUC വർക്കിംഗ് പ്രസിഡന്റ് VV ശ്രീനിവാസൻ. UDF ഭരണത്തിൽ ഇടത് സർക്കാർ അനുവദിച്ച ക്ഷാമബത്ത തിരിച്ചുപിടിക്കാൻ ഉത്തരവിട്ട് ജീവനക്കാരെ മുഴുപട്ടിണിയിലാക്കുകയാണെന്നും VV ശ്രീനിവാസൻ. ശ്രീകണ്ഠാപുരത്തും പരിസര പ്രദേശങ്ങളിലും അനധികൃത മണൽക്കടത്ത് വ്യാപകം. ദിനംപ്രതി കടത്തുന്നത് ലോഡ് കണക്കിന് മണൽ. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.